guys, welcome back to another video. You are watching Kevotek. അപ്പം നമ്മുടെ ഈ കൊറോണ പ്രശ്നങ്ങളും ആയതുകൊണ്ട് നമുക്ക് വെളിയിലിറങ്ങി വീഡിയോസ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും ഒക്കത്തില്ല, അങ്ങോട്ട് പോകാനും ഒക്കത്തില്ല. ജസ്റ്റ് പെരമണ്ടിക്ക് കയറി ഇൻട്രോ എടുക്കാമെന്ന് വെച്ചാൽ നല്ല അടിപൊളി വെയിലും. ഇനിയിപ്പോൾ നമ്മൾ മുറിക്കകത്ത് കയറി ഇത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറെ നാളിന് ശേഷം തോന്നുന്നു നമ്മളിപ്പം വീട്ടിലിരുന്നൊരു ഇൻട്രോ ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫോട്ടോഷോപ്പ് cs6 ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഞാൻ ഇന്നലെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം കുറെ പേര് ഇങ്ങനെ കമന്റിലും അല്ലാതെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ അത് എന്തോത്തിൽ എഡിറ്റ് ചെയ്ത് ക്യാം ഏതാ യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ അത്രയും ബ്ലർ ആക്കിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് സംഭവം അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഇപ്പൊ ഇടുന്നത്. പിന്നെ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ ഒരു പാർട്ടായിരിക്കും. നിങ്ങളുടെ ആവശ്യം വെച്ചായിരിക്കും ഞങ്ങൾ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. നിങ്ങൾ മടിയൊന്നും കരുതണ്ട. 1-2 പേര് വന്നിട്ട് പറഞ്ഞ് യൂട്യൂബിൽ താഴെ കമന്റ് ഇടാൻ ഒരു ചെറിയ മടിയുണ്ട് എങ്ങനെ ചെയ്യുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ. മടിക്കൊന്നും വേണ്ട, എല്ലാം അറിയാവുന്നവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. അപ്പം ഞങ്ങളുടെ പണിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ ഞങ്ങൾ അത് പറഞ്ഞ് ക്ലിയർ ആക്കി തിരുത്തി കൈ തരും. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ എന്റെയും വിശാലിന്റെയും ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. എന്നോടോ അവനോടോ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ അത് മാത്രമല്ല ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം, നിങ്ങൾ ഡൗട്ട് ചോദിക്കും. അങ്ങനെ മടിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾക്ക് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ടും കുത്തി പഠിക്കുന്നത്. അത് നമുക്ക് മാക്സിമം കിട്ടുന്ന അറിവ് ഷെയർ ചെയ്യണ്ടേ. അപ്പൊ സംഭവം അത്രേ ഉള്ളൂ. അപ്പൊ ഇത് വേറെ എഡിറ്റിങ്ങിന്റെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളോട് പറയണമെങ്കിൽ ഞങ്ങൾക്ക് അറിയാനൊക്കത്തുള്ളൂ. ഞങ്ങളപ്പം തീർച്ചയായിട്ടും അതിന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് കറക്റ്റ് വീഡിയോയിലേക്ക് പോയേക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ PS ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് അതിലേക്ക് ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ 2 ഡ്യൂപ്ലിക്കേറ്റ്സ് ലെയർ നമുക്ക് എടുക്കണം. അത് ഒന്നാമത്തെ ലെയറിന് നമ്മൾ മോഡലിനും രണ്ടാമത്തെ ലെയറിനും ബ്ലർ എന്നും പറഞ്ഞാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പം പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ബ്ലർ എന്ന് പറഞ്ഞ് റീനെയിം ചെയ്തേക്കുന്ന ആ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട പോർഷൻ അത്രയും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം കട്ട് ചെയ്യുന്ന പോർഷൻ നമ്മൾ ബ്ലർ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതപ്പോൾ ശ്രദ്ധിച്ച് വേണം. ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിലോട്ട് കയറി പോകാൻ മിക്കവാറും ചാൻസ് ഉണ്ട്. അപ്പം നോക്കി ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇപ്പം ഉണ്ടെങ്കിൽ ഈ ഫയലിൻ്റെ താഴെയായിട്ട് 3 ടൂൾസിൻ്റെ പടമുണ്ട്. അത് ഈ പ്ലസും മൈനസും നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒന്ന് സൂമിൻ ചെയ്ത് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കയറി ആ മൈനസ് വെച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മുകളിൽ കൊടുത്തേക്കുന്ന ആ സെലക്ട് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴോട്ട് കുറേ വേറെ ഓപ്ഷൻസ് വരും. അതിലാണെങ്കിൽ സെലക്ട് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ചിലപ്പം പേര് വേറെ ആയിട്ടായിരിക്കും. അത് സെലക്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുത്ത പോർഷൻ്റെ
ബോർഡർ കുറച്ചുകൂടെ നമുക്ക് കട്ടിക്ക് നമുക്കൊന്ന് മാസ്ക് ചെയ്ത് കൊടുക്കാം. അതങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചിലപ്പോൾ ഈ ഏറിയും കുറഞ്ഞൊക്കെ വരും. അത് നമുക്ക് ഈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി നല്ല വൃത്തിക്ക് വരാൻ വേണ്ടിയാണ്. കാരണം ഈ ഏറിയും കുറഞ്ഞ് വരിക്കാതെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വിടും. അതിനു വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എന്താണെന്നാണ് ഇതിലിപ്പം കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ചെന്നിട്ട് അവിടെ മോഡിഫൈക്കകത്ത് എക്സ്പാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. നമ്മൾ എന്നിട്ട് സെക്കൻഡ് അത് ചെയ്യുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സെലക്ട് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് മൊത്തം അത് ഡീസെലക്ട് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ എന്താണ് കട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ബ്ലർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്ലർ ഓപ്ഷന് വേറെ കുറേ ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്പം നിങ്ങളുടെ പർപ്പസ് അനുസരിച്ചാണ് ഇത് ചൂസ് ചെയ്യേണ്ടത്. നമുക്കിപ്പം ഇതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ ഫോട്ടോ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ നേരം ഇത് സെലക്ട് ചെയ്യല്ലേ. അപ്പോൾ ഈ ബ്ലറിങ്ങിന് പരിപാടി ഇത്രയേ ഉള്ളൂ. നമുക്ക് നിസ്സാരം നല്ല പുട്ട് വരെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ട് തന്നിവ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഇതിൻ്റെ ടൂൾസിനെ കുറിച്ചോ അല്ലാതെ എഡിറ്റിങ്ങിൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ മടിയൊന്നും കരുതണ്ട. ഒന്നി കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇടാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഞങ്ങൾക്ക് അങ്ങ് മെസ്സേജ് അയച്ചേക്കാം. അടുത്ത പാർട്ട് വീഡിയോ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ പോയങ്ങൾ കുറേ തൊട്ടപ്പുറത്തെ മണി ഒന്ന് തല്ലിപ്പിടിച്ചിട്ടിട്ട് പോയണം, എങ്കിലേ ആ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കത്തുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ മടിയൊന്നും കരുതണ്ട, എന്തുകൊണ്ടേലും വന്ന് ചോദിച്ചേക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ PC ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു, ഏകദേശം 500 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നമ്മളാണെങ്കിൽ ഒരു ഗെയിമിംഗ് പ്ലേയുടെ ചാനൽ തുടങ്ങുന്നത്.
അപ്പൊ ഏകദേശം ഇങ്ങനെ 500 ആകാറായി. നിങ്ങളൊന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് 500 ഒരു ഗെയിമിംഗ് പ്ലേയുടെ ഒരു വീഡിയോ ഇടാം. പിന്നെ അത് പറ്റി പറഞ്ഞ ഡാർക്ക് വെബിനെ കുറിച്ച് ഒരു വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് മറന്നിട്ടേ ഇല്ല, ഞങ്ങൾ ഇടാം. ലൈറ്റായിട്ടൊന്ന് ലാഗ് അടിക്കുന്നുണ്ട്, അതുകൊണ്ടാവും. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ